സംസ്ഥാനത്ത് കാലവർഷം കൂടുതൽ ശക്തമാവുന്നതിന്റെ സൂചന നൽകി വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. ഈ സാഹചര്യം കണക്കിലെടുത്ത് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. മഴ മുന്നറിയിപ്പിന് പുറമെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്നു മുതൽ 2025 സെപ്റ്റംബർ 27 വരെ കേരളത്തിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇത് സാധാരണ കാറ്റിനേക്കാൾ ശക്തമായതിനാൽ മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുതി ലൈനുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ യാത്ര ചെയ്യുന്നവരും പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്നവരും അതീവ ജാഗ്രത പുലർത്തണം. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 2025 സെപ്റ്റംബർ 27 വരെ മത്സ്യബന്ധനത്തിന് പോകുന്നത് പൂർണ്ണമായും വിലക്കി. ഈ ദിവസങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. അതിനാൽ ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ സ്വയം അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ കടലിലുള്ളവർ എത്രയും വേഗം സുരക്ഷിതമായ തീരങ്ങളിൽ തിരിച്ചെത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴക്കാലത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴയിൽ നദികളും തോടുകളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. അതിനാൽ പുഴകളിലും ജലാശയങ്ങളിലും കുളിക്കുന്നതും ഇറങ്ങുന്നതും ഒഴിവാക്കണം. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ തയ്യാറെടുക്കണം. ആവശ്യം വന്നാൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ദുരന്ത നിവാരണ സേനയെയും അഗ്നിശമന സേനയെയും സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് സർക്കാർ അറിയിച്ചത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതീവ ജാഗ്രതയിലാണ്. മഴയുടെ തീവ്രത കൂടുകയാണെങ്കിൽ കൂടുതൽ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടോ റെഡ് അലർട്ടോ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. യെല്ലോ അലർട്ട് എന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയെ സൂചിപ്പിക്കുമ്പോൾ ഓറഞ്ച് അലർട്ട് അതിശക്തമായ മഴയും റെഡ് അലർട്ട് അതിതീവ്രമായ മഴയും സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ സർക്കാർ പുറത്തിറക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ള ടോർച്ച്, പവർ ബാങ്ക് തുടങ്ങിയവ കരുതി വയ്ക്കുന്നതും നന്നായിരിക്കും. കൂടാതെ വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കഴിയുന്നവർക്ക് സഹായം എത്തിക്കാൻ സന്നദ്ധ പ്രവർത്തകരും തയ്യാറെടുക്കണം. കാലാവസ്ഥാ വ്യതിയാനം കാരണം സമീപകാലത്ത് കേരളത്തിൽ മഴയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളാണ് കണ്ടുവരുന്നത്. ശക്തമായ മഴയും വരൾച്ചയും മാറി മാറി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ മാറ്റങ്ങൾ കാർഷിക മേഖലയ്ക്കും കുടിവെള്ള ലഭ്യതയ്ക്കും വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട്. മഴക്കാലത്ത് ലഭിക്കുന്ന വെള്ളം സംഭരിച്ച് വേനൽക്കാലത്ത് ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതിന്റെ ആവശ്യകതയും ഇത് ഓർമ്മിപ്പിക്കുന്നു. ഓരോ മഴ മുന്നറിയിപ്പും സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ദിവസത്തെ മഴ മുന്നറിയിപ്പ് ഒരുപക്ഷെ ഒരു വിനോദയാത്ര റദ്ദാക്കാൻ കാരണമാകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരാഴ്ചത്തെ വരുമാനം നഷ്ടപ്പെടാനും അത് കാരണമാകും. അതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഗൗരവമായി കാണേണ്ടതും അത്യാവശ്യമാണ്. കാലാവസ്ഥാ പ്രവചനങ്ങൾ കൂടുതൽ കൃത്യതയോടെ നൽകാൻ ശാസ്ത്രീയമായ പഠനങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനങ്ങൾക്കനുസരിച്ച് ജനങ്ങളെ സുരക്ഷിതമായി പാർപ്പിക്കാൻ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കണം. കൂടാതെ മഴക്കെടുതിയിൽ കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാനും സർക്കാർ തയ്യാറാകണം. നിലവിലെ പ്രവചനം സൂചിപ്പിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ കേരളത്തിലെ തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും മഴ കൂടുതൽ ശക്തമാകുമെന്നതാണ്. ഇതൊരു പക്ഷേ വടക്കൻ ജില്ലകളിലേക്കും വ്യാപിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ എല്ലാ ജില്ലകളിലെയും ആളുകൾ ജാഗ്രതയോടെ ഇരിക്കണം. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തണം.